നമസ്കാരം. നവരാത്രിക്കാലം ആരംഭിക്കാൻ പോവുകയാണ്. തിരുവള്ളക്കാവ് ക്ഷേത്രത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലെല്ലാം കച്ചവടക്കാരെല്ലാം വന്ന് സ്ഥലങ്ങളൊക്കെ പിടിച്ച് കച്ചവടങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഒക്ടോബർ 2-ാം തീയതിയാണ് വിജയദശമി. തിരുവള്ളക്കാവ് ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് കുട്ടികളെ എഴുത്തിനിരുത്തൽ. അപ്പോൾ പലരും എന്നോട് വിളിച്ച അഭിപ്രായങ്ങൾ ചോദിക്കുകയുണ്ടായി. കുട്ടികളെ എഴുത്തിന് വയ്ക്കാൻ പറ്റിയ സമയം ഏതാണെന്ന്, ഏത് പ്രായത്തിലാണ് കുട്ടികളെ എഴുത്തിന് വയ്ക്കേണ്ടതെന്ന് കുറേ പേർക്കറിയാം. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിയുടെ ചരട് കെട്ടാനൊരു സമയമുണ്ട്, ഒരു പ്രായമുണ്ട്. കുട്ടിക്ക് പേരിടുന്നതിനൊരു പ്രായമുണ്ട്. കുട്ടിക്ക് ചോറ് കൊടുക്കുന്നതിന് പ്രായമുണ്ട്. അതുപോലെ തന്നെയാണ് കുട്ടിക്ക് എഴുത്തിനിരുത്തുന്നതിന് പ്രായമുണ്ട്. സാധാരണ നമ്മൾ കണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, 3-ാമത്തെ പിറന്നാളിന് മുന്നായിട്ട് ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ 2 മാസം മുമ്പോ ആയിട്ടാണ് കുട്ടികളെ സാധാരണ എഴുത്തിനിരുത്താറ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് കുട്ടിയെ 2 വയസ്സ് കഴിഞ്ഞ വശം തന്നെ കൊണ്ടുവന്ന് എഴുത്തിന് വയ്ക്കുന്നത് കാണുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒന്നിലും അവർക്ക് വിദേശത്തേക്ക് പോകണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലേക്ക് പോകണം. അതുമല്ലെങ്കിൽ വീട്ടിൽ കുട്ടീനെ നോക്കാൻ ആളില്ല. അപ്പോൾ കുട്ടീനെ അംഗൻവാടിയിലാക്കണം. അംഗൻവാടിയിലാകുമ്പോൾ കുട്ടി എന്തെങ്കിലുമൊക്കെ എഴുതുമല്ലോ, അതിന് മുമ്പായിട്ട് ഹരിശ്രീ കുറിക്കേണ്ടേ എന്ന് വിചാരിച്ച് കൊണ്ടുവന്ന് കുട്ടീനെ ഹരിശ്രീ കുറിപ്പിക്കുന്നു. പക്ഷെ ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 3-ാമത്തെ പിറന്നാളിന് ഒരു മാസം മുമ്പൊക്കെ ആണെങ്കിൽ ആ കുട്ടി നന്നായി ആചാര്യം പറയുന്ന പോലെ തന്നെ കുട്ടി നന്നായി സംസാരിക്കും. ഇത് 2 വയസ്സായ ഒരു കുട്ടീനെ കൊണ്ടുവന്ന് എഴുത്തിനിരുത്തുമ്പോൾ ആ കുട്ടിയുടെ നാവുമ്മയാണ് ആചാര്യൻ ആദ്യമായിട്ട് ഹരിശ്രീ കുറിക്കുക, സ്വർണ്ണമോതിരം കൊണ്ട്. അപ്പോൾ വായ അളക്കാൻ പറയും കുട്ടിയോട്. അപ്പോൾ തൊട്ടേ കുട്ടി കരച്ചിൽ തുടങ്ങും. അത് കഴിഞ്ഞ് ആ കരച്ചിലൊന്ന് കഴിയുമ്പോഴേക്കും ആചാര്യൻ കുട്ടിയുടെ വലത് കൈയിലെ മോതിര വിരലുമ്പോൾ കയറി പിടിക്കും. ആ മോതിര വിരൽ കൊണ്ടാണ് ഉരുളിയിൽ നിറച്ച് വെച്ചിട്ടുള്ള അരിയിൽ ഹരിശ്രീ ഗണപതിയെ നമഃ എന്നും ബാക്കി അക്ഷരമാല മുഴുവനും എഴുതിപ്പിക്കാം. അപ്പോൾ കുട്ടി ആചാര്യൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെ കൈ ബലമായി പിടിക്കും. കൈ വിട്ട് പോകാണ്ടിരിക്കാൻ ആചാര്യൻ ഒന്നും കൂടി മുറുക്കി പിടിക്കും. അപ്പോൾ കുട്ടിക്ക് ഒന്നും കൂടി വേദന എടുക്കും. കുട്ടി ഭയങ്കര കരച്ചിലാവും. ഈ 3 വയസ്സിന് തൊട്ട് മുമ്പ് വരുന്ന കുട്ടികളുടെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടികൾക്ക് ഒന്നും കൂടിയും പറയാൻ പറ്റി തുടങ്ങും. അക്ഷരമാലകളായാലും അക്ഷരങ്ങളായാലും അതുപോലെ ആചാര്യൻ ചെയ്യുന്നത് എന്താണെന്ന് കുറച്ചെങ്കിലും മനസ്സിലാക്കാവുന്ന ഒരു പ്രായത്തിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് തോന്നും ഈ 5-6 മാസം കൊണ്ടൊക്കെ അങ്ങനെ വരുമോയെന്ന്. വരും. അനുഭവം അതാണ് കാണുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഒരു 3-ാമത്തെ പിറന്നാളിന് തൊട്ട് മുമ്പായിട്ട് മാത്രം കൊണ്ടുവന്ന് കുട്ടികളെ എഴുത്തിന് വയ്ക്കുക. അപ്പോൾ ചിലവരുടെ സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വിജയദശമിക്ക് എഴുത്തിന് വയ്ക്കാൻ പറ്റില്ലല്ലോ എന്നൊരു ചിന്ത വരും. വിജയദശമിക്ക് വേണ്ട. കാരണം എല്ലാ ദിവസവും, കൊല്ലത്തിൽ 2 ദിവസം ഒഴിച്ച് ബാക്കി 363 ദിവസവും കുട്ടികളെ എഴുത്തിന് വയ്ക്കുന്ന സ്ഥലമാണ് തിരുവള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. വിജയദശമിക്ക് എഴുത്തിന് വെച്ചിട്ടില്ല എന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ കുട്ടീനെ തൊട്ടടുത്ത ദിവസങ്ങളിൽ എന്നാൽ നിങ്ങൾക്ക് സൗകര്യം വെച്ച് കഴിഞ്ഞാൽ അന്ന് വന്ന് എഴുത്തിന് വയ്ക്കൂ. കാരണം കരച്ചിലോട് കൂടി ആ കുട്ടിയുടെ വിദ്യാഭ്യാസം ആരംഭിച്ചാൽ ആ ജീവിതകാലം ആ കുട്ടി എങ്ങനെയായി തീരുന്നുള്ളത് ദൈവത്തിന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇതുവരെ അതിൻ്റെ ഗവേഷണങ്ങളൊന്നും നമ്മൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് കരയാത്ത രീതിയിൽ, ആ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുട്ടി പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് കൊണ്ടുവന്ന് കുട്ടീനെ എഴുത്തിന് വയ്ക്കുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്താൽ അവർക്കും ചെറിയൊരു ഉപകാരമാവും.